ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ പുറത്ത് പോയപ്പോൾ എനിക്ക് മെഹന്തി കോൺ വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ ത്രെഡിങ്ങിനും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് പോയി മെഹന്തി കോൺ വാങ്ങിക്കണം, അതുപോലെ ത്രെഡിങ്ങും ചെയ്യണം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും പ്ലാനിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി. എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ രാമചന്ദ്രനിലൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇന്നിവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സമാധാനത്തോടെ നിന്ന് എല്ലാ ഡ്രസ്സും നോക്കാൻ പറ്റി. ഞാൻ കുർത്തീസ് അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയായിരുന്നു. ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ടാണ് പോകുന്നത്, സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് സാരിയാണ്. ഒന്നുകിൽ ജീൻസും ടോപ്പും, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നത് സാരിയാണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു സാരി. ഞാൻ നോക്കിയ സാരീസ് എല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ്. ഈ സെക്ഷനിലിരിക്കുന്ന സാരി എല്ലാം വളരെ കുറവാണ്. ഒരു 250, 300 ആ റേഞ്ചിലുള്ള സാരീസായിരുന്നു. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. ഇപ്പോൾ ഇതൊക്കെ 700 to 1000 ആ ഒരു റേഞ്ചിലുള്ള സാരീസാണ്. ഇത് ഫാൻസി സാരിയാണ്. 1000 എബോവ് ആണ് ഇതിൻ്റെ റേറ്റ്സ് വരുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള സാരി. പിന്നെ ഈ പിങ്കും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ളൊരു സാരിയാണ്. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല ഈ സാരി. അത് കഴിഞ്ഞ് ഞാൻ നേരെ 4th ഫ്ലോറിലോട്ടാണ് വന്നത്. വെറുതെ വന്നതാണ്, വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിലോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. മുളക് ബജി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ മൂടില്ലായിരുന്നു, സോ ഒന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ഫാൻസി ഐറ്റംസ് നോക്കാൻ വേണ്ടി 3rd ഫ്ലോറിലോട്ട് വന്നു. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ
ഈ ഇയറിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു. പൊട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2-3 വാങ്ങിച്ചു. നെയിൽ പോളിഷ് പിന്നെ ഡാസ്ലറിൻ്റെ ഈ ഒറ്റ ഷെയ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കുപ്പിവളയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു ഇവിടെ. ശരിക്കും ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്, ഇങ്ങനെ പല പല കളറിലുള്ള കുപ്പിവള. ഹെയർ ക്ലിപ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഞാനിത് വാങ്ങിച്ചായിരുന്നു. എൻ്റെ കളേഴ്സും ഉണ്ടായിരുന്നു. ഈ ഫ്ലോറിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ എപ്പോൾ പുറത്ത് പോയാലും തിരിച്ചു വരുമ്പോൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ എറേസറോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ തിരിച്ച് വീട്ടിൽ കയറാറുള്ളൂ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. ഞാനാദ്യം ഈ അപ്സരയുടെ പെൻസിൽ വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചതാണ്, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഫൈനലി ഞാൻ ഈ ഒരു പെൻസിൽ സെറ്റ് എടുത്തു. 20 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്. പിന്നെ ഞാൻ വാങ്ങിച്ചു. ഇത് പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെയാണ്. റേറ്റ് വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാനിനി ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ഒരു സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് കാണിച്ച ഒരു സാരിയില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ പല്ലു വേറൊരു കളറാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തില്ല. ഇപ്പോൾ പോയപ്പോൾ ടീഷർട്ടിൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു, അതുകൊണ്ട് ടീഷർട്ട് വാങ്ങിച്ചില്ല.
രാമചന്ദ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ത്രെഡ് ചെയ്യാനാണ് പോയത്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർലറാണ്. ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ദേ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.